ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇത്തിരി നേരം മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞാൽ പള്ളിയിൽ വാങ്ക് വിളിക്കുമായിരുന്നു. നമ്മളെല്ലാ ദൈവങ്ങളെയും അംഗീകരിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ വാങ്ക് വിളിക്കുമ്പം അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കരുത് എന്ന് ഇത്തിരി നേരം നിങ്ങൾ ലിയോയെ കണ്ടോ ലിയോ? കണ്ടോ? കുരുത്തക്കേട് കാരണം ഞാൻ മേളിപ്പൊക്കെ വെച്ചേക്കുക. ഓടുകയാണെന്ന്. ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കുന്നു, അവൻ അതിൻ്റെ മണം കേൾക്കുമ്പം എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല. അതുകൊണ്ടാണ്. ലിയോ, നേരെ ഇരുന്നേ. ആഹാ, ഇങ്ങനെയാണോ? എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചേ ലിയോ? നമുക്കിന്ന് ഒരു ഫുഡ് ഇപ്പം യൂട്യൂബിലെല്ലാം ഓടി നടക്കുന്ന ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു മീൻ വറുത്തതാണ് കാണിക്കാൻ വിചാരിക്കുന്നത്. ഇവൻ അതിൻ്റെ മണം കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ നിൽക്കുന്ന ഗ്യാസിൻ്റെ അടുത്ത് അവൻ വന്ന് ഭയങ്കര കുരുത്തക്കേടാണ്. ഒന്ന് കഴുകിക്കോട്ടെ ലിയോ. വേണ്ടേ, ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ളത് മുളക് പൊടിയുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടി. ഇത് കുരുമുളക് പൊടി. ഇത് ഉലുവ. ഈ കുരുമുളകും ഉലുവയും വേണേൽ ഒഴിവാക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് സമയം യൂട്യൂബ് തുറന്നാലും കാണുന്ന ഈ ഒരു ഇതാണ്. അപ്പം ഇത് മൂന്നാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഞാനപ്പോൾ ഇത് കുരുമുളകും ഈ ഉലുവായ്പ്പൊടിയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത റെസിപ്പിയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ തന്നെ നട്ട് വളർത്തി അതിനകത്ത് നിലയെടുത്തതാണ്. ഒന്നും നമ്മൾ കെമിക്കൽ അടിച്ചതൊന്നുമല്ല. ഇത് കൊച്ചുള്ളിയുണ്ട്, ഒത്തിരി സവാളയുണ്ട്. അപ്പോഴേ എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു കൈ പിടിച്ച് ചിലപ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഏതാണ്ട് പുളിയുണ്ട്. പിന്നെ മീൻ എല്ലാവരും കാണിക്കുന്നത് അയിലയും മത്തിയൊക്കെയാണ്. അതിവിടെ കിട്ടിയില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പം അയില വറുത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അയിലയും വറുത്തിട്ടില്ല, കരിമീനും ഇല്ല. പിന്നെ കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചെമ്മീൻ കറിയില്ല, പക്ഷെ കുടംപുളി ഇട്ട് വെച്ചതാ നല്ല നെമ്മീൻ കറിയുണ്ട്. ഇത് ഞാൻ കോട്ടയം സ്റ്റൈലിൽ വെച്ചതാണ് കേട്ടോ. അടക്കംപുളിയൊക്കെ ഇട്ട് നെമ്മീൻ കറി വെച്ചത്. നെമ്മീൻ കറി വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എരിവ് കറി വെക്കാനുള്ള കാര്യം, ആണ്ടേ ഇവിടെ ഒരാളിരിപ്പുണ്ട്. കണ്ടോ, കാണാവോ? നമ്മുടെ കപ്പയെന്ന് പറയും, ചീനി എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, പലയിടത്തും പലതാണ്. പക്ഷെ ഇന്ന് ഇതിനകത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാനിങ്ങനെ കടുക് വറുത്തിട്ടാണ്ടോ, അതിനകത്ത് ഉള്ളിയും നമ്മൾ മുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിടും. പക്ഷെ ഇന്ന് എന്തോ എനിക്ക് തോന്നി പുതിയൊരു ഐറ്റം ആവട്ടെ എന്ന് വെച്ചിട്ട് ഇത് ഫുഡ് കൊടുക്കുമ്പോൾ അവർ കഴിച്ചിട്ട് എന്താ പറയുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. ഇത്തിരി തേങ്ങയും കൂടെ എടുത്തു നല്ലതുപോലെ വറുത്തു അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോരുണ്ട്. മോരിനകത്ത് ഞാൻ മുരിങ്ങയില ഇട്ട മോരുകറി വെച്ചേക്കുന്നത് കണ്ടോ. സ്പൂണിനടുത്ത് വേണേൽ ഞാൻ കാണിച്ചു തരാം. മുരിങ്ങയില ഇട്ടത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അത് വയ്ക്കാം. കണ്ടേ, ഇടുന്നുണ്ടേ. കരിയരുതല്ലോ, അതുകൊണ്ട് തീ ഒന്ന് കുറച്ചു. പിന്നെ എല്ലാവരും വെളിച്ചെണ്ണയാണ് കാണിച്ചത്. ഇവിടെ വെളിച്ചെണ്ണ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തു, കുറച്ച് ഒലിവ് ഓയിൽ. ഇവിടെ മീൻ വറുക്കാൻ എടുക്കുന്ന ഒലിവ് ഓയിലാണ്. ഇത് ഞാൻ വേഗം ഇട്ടേന്ന് പറഞ്ഞാൽ ചട്ടി നല്ലതുപോലെ അതായതുകൊണ്ട് മുളകും ഇതെല്ലാവേ കരിഞ്ഞ പോലെ ആവും. അപ്പം അതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. ഞാൻ ഇത്തിരി നേരം വാചകടിക്കാൻ പോയില്ലേ, അതുകൊണ്ട്. എൻ്റെ കുഴപ്പം അതാ, സംസാരിക്കാൻ ഇപ്പോൾ ആൾ കുറവായതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ യൂട്യൂബിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളായിരിക്കും കുറവെന്താന്ന്. നമ്മുടെ നാട്ടിലെ കണക്ക് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ ആരും അയ്യോ ചേച്ചി എവിടെ പോകുന്നു, അല്ലേ എവിടെ പോകുന്നടേ എന്നൊന്നും ചോദിക്കാൻ ഇവിടെങ്ങും ആരുമില്ല. കൊറോണ വന്ന സമയത്ത് നിങ്ങളൊക്കെ വീട്ടിനകത്തായി പോയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി വിളിക്കുമ്പോൾ പറയാമായിരുന്നു അയ്യോ ഇതെങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞടി എത്ര വർഷമായിട്ട് ഞാൻ ഈ വീട്ടിനകത്താണ്. നമുക്കൊരു കല്യാണം ഇല്ല, ഒരു പാലുകാച്ചില്ല, ഒരു ബർത്ത്ഡേ ഉണ്ട്. ഇവിടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, പുറത്തൊന്നും ഞാൻ പോകാറില്ല. അങ്ങനെയൊക്കെ വരുമ്പം മാത്രം
നമ്മൾ അപ്പോൾ ആ സമയത്ത് നാട്ടിലെല്ലാവരും കഷ്ടമായിരുന്നു. അയ്യോ വീട്ടിനകത്ത് എങ്ങനെ കയറിയിരിക്കുമെന്ന്. താണ്ടെ ഇത്തിരി ഉപ്പിട്ടേക്കാം. ഇതിൻ്റെയൊക്കെ ഞാനൊന്നും അളവ് പറയാത്ത, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. അയ്യോ ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്നേ. ഒറ്റ കൈ പിടിച്ചുള്ള പരിപാടിയൊന്നും നമുക്കറിയില്ലെന്നേ. നമ്മളും പരീക്ഷിക്കണ്ടേ. മലയാളി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. മലയാളികളാണ് ആരെന്ത് കാണിച്ചാലും അതൊന്നും ഞങ്ങൾ ചെയ്ത് നോക്കും, എന്നിട്ടേ ഉള്ളൂ. ഞാൻ എന്നെയും കൂടെ ആയിട്ടാണേ പറയുന്നത്. ഇങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കിയ സമയത്ത് അത് ഞങ്ങളൊന്ന് നോക്കി, കുഴപ്പമില്ലായിരുന്നു. ആദ്യം ശരിയാക്കിയതിനേക്കാളും നല്ലതായിരുന്നു രണ്ടാമത്. അത് ഞാൻ മീൻകറി വെച്ചായിരുന്നു, പക്ഷെ പിന്നെ ഞങ്ങൾ ബീഫ് വെച്ചു. എല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ പുതിയ വരുമ്പോൾ എല്ലാം ഞങ്ങൾ ചെയ്തു നോക്കും. ചിലത് ശരിയാകും, ചിലത് ശരിയാകത്തില്ല. അതങ്ങനെയാണല്ലോ. എല്ലാം അങ്ങ് ശരിയായ പിന്നെ നമ്മളാരാ? എല്ലാം ശരിയായ ആരുമില്ല. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഫുള്ള് തോറ്റ വ്യക്തിയാണ്. ഇതിനകത്ത് ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ വേണം തീരുമാനിക്കാൻ. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. സോറി നിങ്ങളോട് കാര്യം പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. സോറി, തെറ്റുപറ്റി. പുളിവെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, അതിലൊരു സോറി. കണ്ടോ, പുളിവെള്ളം നമ്മൾ കറി വയ്ക്കുമ്പോൾ പക്ഷേ വടക്കം പുളിയാണ് നമ്മളിടുന്നത്. ഇത് പക്ഷേ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പുളിയില്ലേ, അതാ ഒഴിച്ചത്. തെറ്റുപറ്റാത്ത ആരുണ്ടല്ലേ. അവർ കിടന്നിങ്ങനെ ഒന്ന് മറിയട്ടെ. ഇത്തിരി നേരം ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് വേകണമല്ലോ, എന്നിട്ട് വേണമല്ലോ ആകാൻ. അപ്പം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, മുരിങ്ങയിലയാണ്. കഴുകി ഉണക്കാൻ വെച്ചേക്കുവാണ്. വേണ്ട മുരിങ്ങയില നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ല. ഇതിനകത്ത് കറിവേപ്പിലയുണ്ട്. താണ്ടെ 2-3 കറിവേപ്പിലയുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ചേച്ചിയുടെ ഹോസ്പിറ്റലിലെ ഹോസ്റ്റലിൽ ചേച്ചിയുടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക്. നമ്മളല്ലാതെ മരുന്നടിച്ചൊന്നുമല്ല. ഇത് കൊണ്ട് തന്ന് നമ്മളിനി ഇത് ഉണക്കിയിട്ട് വെളിയിൽ വെച്ച് ഉണക്കത്തില്ല. വെളിയിൽ വെച്ച് ഉണക്കിയ ഒരു കളർ വ്യത്യാസം വരും. നമ്മൾ മുറിക്ക് തന്നെ വെച്ച് ഉണക്കണം. ഉണക്കിയിട്ട് താണ്ടെ ഇത് കണ്ടോ, നമ്മൾ അങ്ങനെ ഉണക്കി പൊടിച്ച് വയ്ക്കും. അപ്പോൾ ഈ മുരിങ്ങയില അല്ലാതെ വയ്ക്കുമ്പോൾ ചീത്തയാവത്തില്ല. പൊടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴെല്ലാം ഇച്ചിരി എടുത്ത് ചേർത്ത് എടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ വെളിയിൽ വെച്ച് ഉണക്കുവാണെങ്കിൽ ഇതൊരു കറുത്ത കളറാവും. നമ്മൾ അല്ലാതെ മുറിയിൽ വെച്ച് തന്നെ നമ്മൾ ഉണക്കും. അങ്ങനെ നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. പുതിന, മല്ലി, ഇതെല്ലാം മല്ലിയില എല്ലാം ഞാൻ അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില അതാണ്ടേ. അപ്പം നമുക്കൊന്ന് മറിച്ചിട്ടേക്കാം. ഒന്ന് മറിച്ച് വയ്ക്കണമല്ലോ ഇവരെ. ആ വശം ഒന്ന് മൂക്കണമല്ലോ, അരപ്പെല്ലാം പിടിക്കണമല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ തോന്നല്ലേ. ഇപ്പം എല്ലാവരും പിന്നെ ശബരിമല പ്രശ്നത്തിൻ്റെ പുറകെയാണല്ലോ. ഓരോ പ്രശ്നങ്ങൾ വരും. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി പ്രശ്നം, ശബരിമല പ്രശ്നം, അങ്ങനെ എല്ലാം കൂടെ നാട്ടിൽ ഓരോ പ്രശ്നങ്ങളുടെ പുറകെ. എന്നും പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്ത്. ഇവിടെയൊക്കെ കാണുമായിരിക്കും, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഞാനിവിടെ നമ്മുടെ വാർത്തയൊക്കെയാണ് ഞാൻ കാണത്തുള്ളല്ലോ. ഇവിടുത്തെ വാർത്തയൊന്നും നമ്മൾ കാണുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയായിരിക്കുമല്ലോ. ദീപാവലി വരുന്നുണ്ടല്ലോ അടുത്തത്. അതേപോലെ ഈ മാസം വണക്കമാസം, അതറിയൂ എല്ലാവർക്കും. നമ്മൾ മാതാവിൻ്റെ മാസമാണ്. അപ്പം എല്ലാവരും വീട്ടിലൊക്കെ കൊന്തയെല്ലലും അങ്ങനെയൊക്കെ ഉണ്ട്. വണക്കമാസം പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് എൻ്റെ മാതാവ്. ആ മാതാവിനെ വെച്ചാൽ ഞാൻ സമാധാനിക്കുന്നത്. ദൈവത്തെ വെച്ച് സമാധാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാനാന്ന് വെച്ചാൽ മാതാവ് അനുഭവിച്ചതിൻ്റെ ഒരു അംശമൊന്നും ഞാൻ കഷ്ടപ്പാട് അനുഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് സമാധാനം തോന്നുന്നു. മാതാവേ, ഇത്രയും വലിയ ദൈവമായ ഈശോയെ പ്രസവിച്ച അമ്മയ്ക്ക് ഇത്രയും പാടും ബുദ്ധിമുട്ടുമാണെങ്കിൽ പിന്നെ നമ്മൾ സാധാരണക്കാരായ നമ്മളെന്താ എന്നെയായിരിക്കും. അങ്ങനെ എല്ലാം ഒന്ന് മറിച്ചിട്ട് അവരൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്നായിക്കോട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് വരാം. അങ്ങനെ
നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. വേണ്ടോ? പിന്നെ എന്നും നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ എണ്ണയൊക്കെ കൂടുതലല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളും എല്ലാം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദാണ്ടേ ഈ കുട്ടനെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അയ്യോ ഉണ്ടോ? ശരി, നിങ്ങൾ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഒന്നും ഞങ്ങൾ നല്ലതായിട്ടൊന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരിക. മലയാളികളായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുമെന്ന്. അങ്ങനെയാണ് മലയാളികൾ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ.